ഒരുത്തൻ പറഞ്ഞ കഥ എനിക്ക് സംഭവിക്കാവുന്നതുപോലെ പള്ളിയിൽ വെച്ച് കണ്ടു, ഒരു ഗുണ്ടയോടുള്ള കൗതുകം, അത് പിന്നെ അവൻ്റെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞ് ലൈക്ക് ദാറ്റ്. ബട്ട് മറ്റവൻ പറഞ്ഞത് ഒടുക്കത്തെ റൊമാൻസ് കഥയായിപ്പോയി. ഒരുമാതിരി ഹിന്ദി സിനിമ പോലെ, പാട്ടും ഡാൻസും അഡ്വഞ്ചറും. എനിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേന്നും അറിയില്ല, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ഈ അംനീഷ്യ എന്ന് പറയുന്നത് ശരിക്കൊരു തരം ഭ്രാന്ത് തന്നെയാണ്. സോറി നമുക്കൊരു കാര്യം ചെയ്താലോ? മറ്റേ ഗുണ്ടയുടെ കഥ, അവൻ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രണവിനോട് പറഞ്ഞു നോക്കിയാലോ? അവര് തമ്മിൽ പരിചയമുണ്ടോ, അതോ മറ്റെന്തെങ്കിലും ലീഡ് കിട്ടിയാലോ? കണക്ക് കണ്ടുപിടിച്ചതിനൊക്കെ എന്താ ഇതെന്തിനാ നീ എടുത്തോണ്ട് നടക്കണേ? എല്ലാ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമാരുടെ കയ്യിലും ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. എന്തിനാ അത്? എടാ, ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പൊട്ടനെയും വലിയ സംഭവമായിട്ട് തോന്നും. മാത്യൂസേ, നീ ഒരു സംഭവമാണ്. താങ്ക് യു. അണ്ണാ ചായ കുടിക്ക. താങ്ക് യു. ഇതൊരു സംഭവമാണ്. ചേട്ടാ ഇങ്ങോട്ട് നിന്ന്. അത് വേണ്ട, ചായ കുടി. കൊള്ളും, ചിലപ്പോ കൊല്ലുകയും ചെയ്യും. നീ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, ഈ പണിക്ക് നിൽക്കുന്ന പെണ്ണിനെ സൈറ്റ് അടിക്കുന്നു. അയ്യേ, നീ എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ ഞാൻ പണ്ടേ നിർത്തി. യുദ്ധപാരമ്പര്യമുള്ള കുടുംബത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമല്ല. അതെ, പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവളുടെ ആങ്ങളെ ജില്ലാ ജയിലില്ല, അതും കുത്തുകേസ്, രാഷ്ട്രീയ കൊലപാതകം. എന്റെ കക്ഷി കൂടിയാ. എന്നോടുള്ള വിശ്വാസം കൊണ്ടാ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയത്. നീ സൈറ്റ് അടിച്ചെന്നറിഞ്ഞാൽ അത് മതി, പരോൾ എടുത്ത് വന്ന് നിന്നെ കുത്തി കൊന്നിട്ട് പോകും. അത് പോട്ടെ, നിനക്കവര് പറഞ്ഞ കഥകൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? അതിലേക്കാണ് ഞാൻ വരുന്നത് മിസ്റ്റർ മേജർ രവി. ഈ സിനിമ ഷൂട്ടിംഗ് നടക്കും. സിനിമ ഷൂട്ടിംഗോ? സോറി, ഞാൻ മറ്റേ മേജർ രവിയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ രണ്ട് പ്രണയ കഥകൾ നടക്കുമ്പോ നിങ്ങൾ എവിടെയായിരുന്നു? രണ്ട് കഥകളിലും ഞാനുണ്ട്. അതല്ലേ ബ്യൂട്ടി. ഓഹോ, അതായത് ഗുണ്ട പറഞ്ഞ ബർത്ത്ഡേ പാർട്ടി, അതിൽ ഞാൻ ഉണ്ട്. ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു പാർട്ടി നടന്നു. അപ്പൊ അവൻ പറഞ്ഞ സത്യമാണ്. ഉണ്ട്. അങ്ങനെ എത്രയോ പാർട്ടികൾ നടന്നിട്ടുണ്ട്. അവിടെ പട്ടാള കഥകൾ പറഞ്ഞ് ബോറടിപ്പിച്ച് കാണും. ഏയ്, അവിടെയാണ് പ്രശ്നം. അതെനിക്ക് ഓർമ്മയില്ല. പാർട്ടി ഓക്കെ, ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലും ഓക്കെ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചോന്ന് ചോദിച്ചാ, അതുപോലെ മറ്റവൻ പറഞ്ഞ ക്ലബ്ബ്, മറ്റേ ഉണ്ടേം കൊല്ല. അതെ, ക്ലബ്ബിൽ പോവും. ചിലപ്പോ ഞാൻ വടിയൊക്കെ എടുത്ത് നോക്കാറുണ്ട്. പക്ഷെ ജിയ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ല? ഇല്ല. ക്ലബുണ്ട്, പാർട്ടിയുണ്ട്, അവളുണ്ട്, നീയുണ്ട്, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിനക്ക് ഓർമ്മയില്ല. കൺഗ്രാറ്റുലേഷൻസ്, കേസ് ഈസ് സോൾവ്ഡ്. ആണോ? ഈ പണം തരുന്നത് ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ? നീ കാര്യം പറ, എന്താ നീ കണ്ടുപിടിച്ചത്? ഈ ഓർമ്മ പോയത് അവൾക്ക്, പിന്നെ നിനക്ക്. ചികിത്സ ഇന്ന് തന്നെ തുടങ്ങിക്കോ. ഈ ഹോമിയോപ്പതിയിലെ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അമക്കുരു. എന്തുപറ്റി? തനിക്കറിയോ പ്രിൻസിനെ? പ്രിൻസ്? ഇല്ല, എനിക്കറിയില്ല. പക്ഷേ ഈ കഥയോ? അങ്ങനെയാണ് എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെയാണെങ്കിലോ? എന്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഹാഫ് ആൻ അവർ ടൈം ഉണ്ടാവോ ഒരു സ്ഥലം വരെ പോവാൻ? പ്ലീസ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, സിനിമയിലേക്ക് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇത് ജിയ. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇങ്ങനെയാണ് എന്നല്ല, ആവാം. എന്ത്? See Pranav, this place and this is really irritating. Please കാര്യം പറ. Okay, fine. ഇങ്ങോട്ട് പോയിരുന്നേ. Sit down, please, ഇരിക്കേ. What's happening? ഈ പ്രിൻസ് എവിടെ നിന്നോ ഒഴുകിയെത്തി ഒരു ചേരിയിൽ. എന്നിട്ട് അവിടുത്തെ ഒരു വൃദ്ധ അവനെ എടുത്ത് വളർത്തി.
ഡാ ഡാ അതിട്ടെ. ഒരു രാജാവ് അവനെ അനിയനാക്കി ഒരു പേര് വിട്ടു, പ്രിൻസ് അല്ലേ? ആ நாங்க தானே கீழே விட்டோம் இல்லடா யார் பெத்த பிள்ளையோ ஐயோ என் கூட பிறந்தவன் என் தளபதி. അവിടെ ദളപതി, ഇവിടെ പ്രിൻസ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവൻ വരുത്തിയിട്ടുണ്ട്. ശോഭനയുടെ കയ്യിലെ മൺചിരാതാണെങ്കിലും തന്റെ കയ്യിലത് മെഴുകുതിരി. அண்ணா அம்மாவை ஆஸ்பத்திரி சேர்த்துட்டாங்க. அம்மாக்கு தீர உங்ககிட்ட ஒரு பண்ணல உங்ககிட்ட ഇല്ലണ്ണ ഇല്ലണ്ണ பத்தாடா. ஏய் പൈസ വല്ലതും ഉണ്ടോ? போய் சொல்லாத. സത്യമായിട്ടും ഇല്ല. அதுங்கதா. അയ്യോ അത് അതെടുക്കരുത്. ഇവളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് இந்த குழந்தையோட அம்மா எங்க இருக்காங்க தெரியுமா? ஹாஸ்பிடல். ഒരു അമ്മയുടെ ജീവൻ പോയാ അത് തിരിച്ചു വരില്ല. போனா கொடுக்க முடியாது. അവൻ നിർത്തിയില്ല. അവിടെ ക്ലാസിക്കൽ, ഇവിടെ സൂംബ. നല്ല കോമ്പിനേഷൻ. வேண்டாம், മാല കളഞ്ഞു പോയിന്ന് ഞാൻ അമ്മയോട് നുണ പറഞ്ഞു. இது அவங்களுக்கே கொடுத்துருங்களேன். പാവങ്ങളല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ நீயே உன் கையால பண்ணு. അത് പോട്ടെ, നമ്മളെ മണിരത്നമല്ലേ, ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരാം. പക്ഷേ ജെയിംസ് കാമറൂൺ അവനോട് പൊറുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജെയിംസ് കാമറോൺ? യെസ്, അവതാർ, ടൈറ്റാനിക്. ടൈറ്റാനിക് കണ്ടിട്ടില്ലേ? ആ ആ എടാ കേട്ടോ. So you want to go to a real party? വണ്ടി കയറി. എങ്ങോട്ട് കൊണ്ടുപോവാനാ? Open your eyes. I'm flying. Jack. എന്തും സഹിക്കാം. ഈ കെയ്റ്റ് വിൻസ്ലെറ്റിനെ നായകൻ കപ്പലിന്റെ അറ്റത്തുകൊണ്ട് നിർത്തിയെന്നും പറഞ്ഞു കപ്പൽ കിട്ടാത്തതിന്റെ പേരിൽ തന്നെ മലയുടെ മണ്ടയ്ക്ക് കൊണ്ട് നിർത്തി ഐ ലവ് യു പറഞ്ഞില്ലേ? ഓ, അപാര തൊലിക്കെട്ടി തന്നെ. ജിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആവണമെന്നല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ജിയ അയാളെ സൂക്ഷിക്കണം.